സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ വ്യത്യസ്തമാകുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈ പാഠഭേദം ചെയ്യുന്നത്. ഞാൻ മുംബൈയിൽ പാർക്കുന്ന ആളാണ്. മുംബൈ ലോക്കൽ ട്രെയിനിൽ, അതായത് പനവേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മുംബൈ ലോക്കൽ ട്രെയിനിൽ 20-25 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഒരു ക്രിസ്തീയ സഹോദരി വളരെ ധൈര്യത്തോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുന്നു. പരസ്യയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധൈര്യത്തോടുകൂടെ അവൾ പറയുകയാണ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നു, നമുക്കായി ജീവിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരിച്ചു. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് വലിയ ആനന്ദത്തിൻ്റെ വാർത്തയാണ്. നമുക്ക് ഒന്നിച്ച് ആ ആനന്ദം ആഘോഷിക്കണം. യേശുവിൻ്റെ ജീവിതം മാറ്റി, യേശുവിൻ്റെ ലജ്ജയെ മാറ്റി, ആ യേശുവിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഒരു 1.5 മിനിറ്റ് ലോക്കൽ ട്രെയിനിൻ്റെ അകത്ത് സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ കണ്ടത് ഒരു മറാഠി ചാനലിലാണ്, ജയ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു മറാഠി ചാനലിൽ. ഇതിനോടകം ആ വീഡിയോ ആ മറാഠി ചാനലിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ആ വീഡിയോയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റില് ക്രിസ്ത്യൻ പെൺകുട്ടി ലോക്കൽ ട്രെയിനിൽ പ്രസംഗിക്കുന്ന വീഡിയോ വൈറലായിരിക്കുന്നു. അങ്ങനെ ആ വീഡിയോ 10,000-കണക്കിന് ആളുകൾ കണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രസംഗം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹിന്ദി അറിയാവുന്നവർക്ക് അത് കാണാം. ഞാൻ പറഞ്ഞല്ലോ, വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഉത്തരഭാരതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള, ഭയത്തോട് സഭകൾ കഴിയുന്ന, പബ്ലിക് മീറ്റിങ്ങുകൾ പാടില്ല, സൺഡേ ആരാധനകൾ പോലും ക്യാൻസൽ ചെയ്ത് ഓൺലൈൻ ആരാധനയൊക്കെ നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഇത്ര ധൈര്യമായിട്ട് ട്രെയിനിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, 20-25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ട്രെയിനിൽ നിന്നുകൊണ്ട് അവളുടെ രക്ഷകനെ കുറിച്ച് പ്രഘോഷിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ധൈര്യം അവൾക്ക് ലഭിച്ചത്? ഒരു സംശയവുമില്ല, പരിശുദ്ധാത്മാവിനാൽ അവൾ നയിക്കപ്പെടുന്നു, അവൾ സാക്ഷിയായിത്തീരുന്നു എന്ന് ഉള്ളതിന്. ഒരു കാര്യം കൂടെ എനിക്ക് പറയേണ്ടതായിട്ട് ഇരിക്കുന്നു. ആ ട്രെയിനിൽ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവരെല്ലാം വളരെ ശ്രദ്ധയോടെ ഈ പെൺകുട്ടി പ്രസംഗിക്കുന്ന സുവിശേഷം കേൾക്കുകയാണ്. ആരും എതിർക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നില്ല. ജനം മുഴുവൻ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നു. അത് മാത്രമല്ല, ഈ വീഡിയോ മറാഠി ചാനലിൽ വന്ന ആ വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷൻ ഞാൻ നോക്കി. 1000-ൽ-അധികം ആളുകൾ ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വീഡിയോകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ മതപരിവർത്തനത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടുള്ള കമന്റാണ് സാധാരണ കാണാറുള്ളത്. 2 ചാക്ക് അരിക്ക് വേണ്ടി മതം മാറിയവൾ എന്നൊക്കെ അവളെ വിളിക്കുന്ന കമന്റുകളാണ് സാധാരണ കാണാറുള്ളത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ 60,000-ഓളം അടുത്ത ആളുകൾ കണ്ട ഈ വീഡിയോയുടെ താഴെ 1000-ൽ-അധികം കമന്റ് ഉള്ളതിൽ ഞാൻ ഒത്തിരി പരിശ്രമിച്ചു ഒരു നെഗറ്റീവ് കമന്റ് കണ്ടെത്തുവാൻ. പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് അത്ഭുതമാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇത്തരം വീഡിയോകളുടെ താഴെ ധാരാളം നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാകണം. ഇവളെ ചീത്ത വിളിക്കുന്ന, മതപരിവർത്തനത്തിന്റെ ഏജന്റ് എന്നും മതപരിവർത്തന മാഫിയയുടെ ഭാഗമെന്നും ഒക്കെ വിളിക്കുന്ന, ഇവൾക്ക് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെ വിളിക്കുന്ന കുറേ കമന്റുകൾ താഴെ കാണണം. പക്ഷെ അങ്ങനെ ഒരു കമന്റ് പോലും ഇല്ല. അപ്പോൾ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ട്രെയിനിൻ്റെ അകത്തിരിക്കുന്നവരുടെ ഒരു പ്രതികരണം, കമന്റുകളിലെ പ്രതികരണം. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഉത്തരഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ സുവിശേഷം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് സുവിശേഷത്തോട് യാതൊരു എതിരുമില്ല. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു സൗഖ്യമാക്കുമെന്ന് കേൾക്കുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. മാത്രമല്ല, അവരൊക്കെ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന്. വളരെ ശുഭകരമാകുന്ന ഒരു കാര്യമാണ് ആ കമന്റ് സെഷനിൽ ഞാൻ കണ്ടത്. ഒരുപക്ഷെ വിശ്വാസികൾ അല്ലാത്തവർ പോലും അവിടെ എഴുതിയിരിക്കുകയാണ്, അവൾക്ക് അവളുടെ വിശ്വാസത്തെക്കുറിച്ച് തുറന്നു പറയാനുള്ള അധികാരം ഈ രാജ്യത്ത് ഉണ്ട്. അവൾ അവളുടെ വിശ്വാസം പറയുന്നു, അതിന് നമുക്കെന്താ
കുഴപ്പം എന്നിത്യാദിയുള്ള കമന്റുകളാണ് താഴേക്ക് കാണുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് വളരെ ശുഭകരമാകുന്ന ഒരു കാഴ്ചയാണ്. സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് സുവിശേഷത്തിനെതിരെ ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു കമന്റ് സെഷൻ. മാത്രമല്ല, ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ആ കമന്റ് സെക്ഷനിൽ നല്ലൊരു പങ്കാളുകളും പറയുന്നു അവർ യേശുവിൽ വിശ്വസിക്കുന്നു. ഇത് ഉത്തരഭാരതത്തിന്റെ മാറുന്ന ഒരു മുഖമാണ് കാണിക്കുന്നത്. എത്ര തച്ചുടയ്ക്കുവാൻ ശ്രമിച്ചാലും, എത്ര ഒതുക്കുവാൻ ശ്രമിച്ചാലും ക്രിസ്തീയ വിശ്വാസം ആളുകളുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഉത്തരഭാരതത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊരു സത്യമാണെങ്കിലും ഈ പേരറിയാത്ത, നമുക്ക് ആരാന്നറിയാത്ത ഈ പെൺകുട്ടിയെ പോലെ ധൈര്യസമേതം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ഉത്തരഭാരതത്തിലുണ്ട്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വലിയ ചർച്ചകൾ ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയിരുന്ന് പാട്ടുപാടുകയും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പാട്ടുപാടുകയൊക്കെ ചെയ്ത ചില കൂട്ടങ്ങളെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ഈ ഉത്തരഭാരതത്തിലെ ഈ പെൺകുട്ടിയെ പോലെ അവരുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാനും തയ്യാറായിട്ട് ഇറങ്ങിയിട്ടുള്ളവരാണ്. ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, ഈ പെൺകുട്ടിക്കറിയാം ഇങ്ങനെയൊരു കാര്യം പബ്ലിക്കലി ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇവൾക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ അവൾ എന്തെങ്കിലും ഒരു മാനസിക ഉന്മാദത്തിലൊന്നും ചെയ്യുന്ന കാര്യമല്ല ഇത്. അവൾക്ക് നന്നായിട്ടറിയാം ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നു. പക്ഷെ അവൾ ഭയപ്പെടുന്നില്ല. അവളുടെ ജീവിതത്തിലെ ലജ്ജയെ മാറ്റിയ, നിന്നയെ മാറ്റിയ, അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ച യേശുവിനെ കുറിച്ച്, യേശുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അവൾ പരസ്യമായി സംസാരിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ധൈര്യം നമ്മളെ ഒക്കെ ധൈര്യപ്പെടുത്തണം. നമ്മളൊക്കെ പരസ്യമായി സാക്ഷികളാകുവാൻ തയ്യാറാകണം. നാം ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ആ പെൺകുട്ടിയുടെ ആ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് ഞാൻ കാണിക്കുകയാണ്. ഹിന്ദി അറിയാവുന്നവർക്ക് അത് കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു സുവിശേഷ ആത്മാവ് ഇന്ത്യയിൽ നിറയുകയാണ്. ഇന്ത്യയിൽ ഒത്തിരി ചെറുപ്പക്കാർ ഈ പെൺകുട്ടിയെ പോലെ, നമ്മുടെ ആ കൊച്ചു സഹോദരിയെ പോലെ ഒത്തിരി ചെറുപ്പക്കാർ, ജമീമ റോഡ്രിഗസിനെയൊക്കെ കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു ജമീമയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് ആവേശമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഒത്തിരി പേർ പരസ്യമായിട്ട് യേശുവിനെ സാക്ഷിക്കുവാൻ പുറത്തേക്ക് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. തുടർന്നുള്ള വീഡിയോ, ഹിന്ദി വീഡിയോ നിങ്ങളൊന്ന് കണ്ടാട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. आज सबको मैं एक खुशी की बात बताना चाहती हूँ। सब लोग को मेरी आवाज सुनाई दे रही है? सब लोगों को मेरी आवाज सुनाई दे रही है? सब लोगों को मेरी आवाज सुनाई दे रही है? आज एक खुशी का दिन है। आज एक खुशी का दिन है। मेरा यीशु जिंदा हुआ है। आज का दिन आप सबको खुशी का दिन मैं बताने जा रही हूँ। यीशु मसीह इस दुनिया में आए, उसने अपने आप को क्रूस पर बलिदान किया है। उसने अपने आप को, खुद को सूली पर बलिदान किया है, क्रूस पर लटकाया है, 39 कोड़े खाए हैं, कांटों का मुकुट पहना है। उसने अपने आप को कीलों से बांध दिया है क्रूस के ऊपर, और आज ही के दिन वो जिंदा हुआ परमेश्वर है। वो मरा, क्रूस पर मरा, और तीसरे दिन जिंदा हुआ है। और वो आज का दिन है, पुनरुत्थान का दिन है। ये खुशी की बात आज सबकी और मैं पहुंचाना चाहती हूँ। यीशु ने मेरे जीवन को बदल दिया है। यीशु ने मेरे जीवन को बदल दिया है। उसने मेरे पाप को ले लिया है। उसने मेरी शर्म को ले लिया है क्रूस के ऊपर। और आज सभी को एक मौका है अपने आप को यीशु को अपनाने के लिए। आज के दिन वो जिंदा हुआ है परमेश्वर, और वो अनंत काल का जीवित परमेश्वर है। जो कोई उसके ऊपर विश्वास करेगा वो अनंत काल का जीवन पाएगा, और वो स्वर्ग में मिलेंगे। हम सारे लोग स्वर्ग में मिल सकते हैं। आज का दिन खुशी का है, खुशियाँ मनाने का दिन है। आओ, हर एक दिन, हर एक पल समय है। यीशु को अपनाओ और यीशु के पास आओ। उसने अपने आप को आप सभी के लिए दिया है।